നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. പ്രമേഹം എന്ന അനുദിനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. ഡയബറ്റീസ് ആൻഡ് വെൽ ബീയിങ്, അതായത് പ്രമേഹവും ഒരു വ്യക്തിയുടെ പൂർണ്ണമായ സൗഖ്യവും എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഈ വർഷം ചിന്തിക്കുന്നത്. അതാണ് ഈ വർഷത്തെ ആപ്തവാക്യം. വെൽബീയിങ് എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള സ്വസ്ഥത മാത്രമല്ല, മാനസികവും പിന്നെ ബൗദ്ധികവുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സാമൂഹികവുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ സുഖം അല്ലെ സൗഖ്യം എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രമേഹം നമുക്കറിയാം, ഏകദേശം 8 ഇന്ത്യക്കാരിൽ ഒരാള് പ്രമേഹ രോഗിയാണ്. ഇത് നമ്മൾ പ്രമേഹ രോഗം കണ്ടുപിടിച്ചിട്ടുള്ളവർ. ഇതിൽ കൂടുതൽ ആൾക്കാർ പ്രമേഹ പൂർവാവസ്ഥയിൽ അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിലുണ്ട്. അപ്പം ഒരുപക്ഷെ വേറെ അടുത്ത 8-ൽ ഒരാള് പ്രമേഹ പൂർവ അവസ്ഥയിലുണ്ട്. അപ്പോൾ ഒരു വളരെ ഭയജനകമായ അവസ്ഥയല്ലേ ഇത്. പണ്ട് നമ്മൾ 40-ൽ 50-ൽ എന്നൊക്കെ പറഞ്ഞിരുന്ന പ്രമേഹത്തിലെ 3/4 പങ്കും ഇപ്പോൾ ചെറുപ്പക്കാരാണ്. അതായത് ഏറ്റവും പ്രവർത്തന നിരതമായിരിക്കേണ്ട, ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർഷങ്ങളിൽ പ്രമേഹം അവരെ പിടികൂടുന്നു. 20 മുതൽ 40 വയസ്സുള്ള ആൾക്കാരിലാണ് പ്രമേഹം ഒരുപാട് കൂടി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ വ്യക്തികൾ ഭാവിയിൽ പ്രമേഹത്തിന്റെ സങ്കീർണതകൾക്ക് അടിമകൾ ആവുകയാണ്. അതുകൊണ്ട് പ്രമേഹം എന്നുള്ള ഒരു വെല്ലുവിളിയെ കുറിച്ച് സമൂഹം ആകമാനം ബോധവൽക്കരിക്കപ്പെടുക എന്നുള്ളതാണ് ഈ ലോക പ്രമേഹ ദിനത്തിന്റെ ഉദ്ദേശം. അപ്പൊ പ്രമേഹം വന്നു കഴിഞ്ഞല്ല നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുതൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കേണ്ടതാണ്. നമുക്കറിയാം, പണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് കാട്ടിൽ നായാട്ട് നടത്തി ജീവിച്ചിരുന്ന മനുഷ്യൻ എപ്പോഴെങ്കിലും ഒക്കെ കുറച്ച് ഭക്ഷണം കിട്ടും. ബാക്കി സമയമൊക്കെ ഈ കിട്ടിയ ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലികൾ ചെയ്യുക, അല്ലെങ്കിൽ ദൂര വനാന്തരങ്ങളിൽ നടക്കുക, അങ്ങനെ ഉള്ള മനുഷ്യന് പെട്ടെന്ന് വന്ന മാറ്റമാണ് ഈ നഗരവൽക്കരണവും യന്ത്രവൽക്കരണവും ഒക്കെ തന്നെ വരുത്തിയത്. അപ്പോ ഊർജം ചെലവാക്കാൻ പഴുതുകളില്ലാതെ അമിത ഊർജം അടങ്ങിയ ആഹാരം കഴിക്കുന്നതിലൂടെയാണ് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ വന്നുകൂടുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങളിലെ ഏറ്റവും വലിയ വില്ലനാണ് പ്രമേഹം. അപ്പൊ നമ്മൾ പ്രമേഹത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടത്, ഒന്ന്, ജീവിതശൈലിയിലെ പാകപ്പിഴകൾ എങ്ങനെ തിരുത്താം എന്നുള്ളത്. അപ്പൊ പ്രധാനമായിട്ട് വരുന്നത് ഹൈ കാലറി അല്ലെങ്കിൽ അമിത ഊർജം അടങ്ങിയ ഭക്ഷണം. രണ്ടാമത് വ്യായാമക്കുറവ്. മെഷീൻസ് ഉണ്ടല്ലോ എല്ലാം ചെയ്യാനായിട്ട്, പിന്നെ നമ്മൾ എന്തിനു വ്യായാമം ചെയ്യണം? അപ്പൊ വ്യായാമക്കുറവ്. മൂന്നാമത് ഉറക്കം. ഇപ്പൊ ഒരുപാട് മധുരമുള്ള പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ഔൾസ്, രാത്രി ഉറക്കം ഇളയ്ക്കുന്ന നമ്മുടെ യുവതലമുറ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിനോട് കാണിക്കുന്ന ഒരു ക്രൂരത തന്നെയാണ്. രാത്രികാലങ്ങൾ ഉറങ്ങാനാണ് നമ്മുടെ സർക്കേഡിയൻ ഋതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ആ രീതിയിലാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ രാത്രികാലങ്ങൾ ഉറങ്ങാനും പകൽ സമയങ്ങൾ പ്രവർത്തിക്കാനും ഉള്ളതാണ്. അത് നമ്മൾ റിവേഴ്സ് ചെയ്താൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ശരീരത്തിൽ കേടുപാടുകൾ ഉണ്ടാകും. 7 മണിക്കൂറിൽ കുറയാത്ത ഒരു ഉറക്കം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. ആ കുറയലില് ഓരോ മണിക്കൂർ കുറയുന്നത് അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രമേഹ സാധ്യത ഉയർന്നു വന്നുകൊണ്ടിരിക്കും. എന്നാണ് 8 മണിക്കൂറിൽ കൂടുതലും ഉറങ്ങാൻ പാടില്ല കേട്ടോ. അപ്പൊ ആ കറക്റ്റ് ആ ഒരു 7 മണിക്കൂർ ഉറക്കം ക്രമീകരിക്കുക എന്ന് പറയുന്നത് പല ജോലികളെ സംബന്ധിച്ച് അസാധ്യമാണ്. ഇപ്പൊ ഞങ്ങളുടെ ജോലി തന്നെ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കൊരു 5 മണിക്കൂറിൽ കൂടുതൽ ഉറക്കം സാധ്യമായി എന്ന് വരില്ല. പക്ഷെ നല്ല ഒരു ഉറക്കം, വലിയ പിരിമുറുക്കങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതം, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു നല്ല ഹെൽത്ത് കെയർ സിസ്റ്റം, അതിനോടൊപ്പം തന്നെ ഒരു സുഹൃത്ത് വലയം, ഒരു ആരോഗ്യകരമായ ഒരു സാമൂഹിക ജീവിതം, ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വെൽ ബീയിങ്ങിന് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി അത്യാവശ്യമാണ്. അപ്പൊ ഈ ഒരു ആപ്തവാക്യം ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ശരീരത്തിന് പ്രമേഹം വരുമ്പോൾ മരുന്നുകൾ കഴിച്ച് ടെസ്റ്റുകൾ ചെയ്ത് അത് മാറ്റുക എന്നുള്ളതല്ല, നമ്മുടെ പ്രമേഹ സാധ്യതയെ തിരിച്ചറിഞ്ഞ് പ്രമേഹത്തിലേക്ക് നമ്മൾ എത്താതിരിക്കുക. ഇനി അഥവാ എത്തുകയാണെങ്കിൽ തന്നെ രോഗത്തിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാകുക. ആ അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക. കേട്ടുകേഴ്വിയിൽ അല്ലെങ്കിൽ അയൽവാസി കഴിച്ച മരുന്ന് ഒറ്റമൂലി കഴിക്കാനും
അല്ലെങ്കിൽ മറ്റൊരിടത്തുനിന്ന് ഏതെങ്കിലും ഒരു ചെടി പറിച്ചു കൊണ്ടുവന്ന് അതിന്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്ന് ഒരാള് ഉപദേശിക്കുമ്പോൾ അത് ചെയ്തു നോക്കാനും ഒക്കെയുള്ള പ്രവണത നമ്മുടെ ശാസ്ത്രബോധം കൊണ്ട് നമ്മൾ തടഞ്ഞേ മതിയാകും. അപ്പൊ ആദ്യത്തെ പ്രമേഹം വന്നാലും വരാതിരിക്കാനും ആദ്യത്തെ പടി എന്ന് പറയുന്നത് നല്ല ആരോഗ്യകരമായ ഒരു ജീവിതശൈലി, മിതമായിട്ടുള്ള ആഹാരം, അമിത ഊർജമുള്ള, അമിതമായി മധുരമുള്ള, അമിതമായ അന്നജമുള്ള ആഹാരം കുറയ്ക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു വ്യായാമത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരിടം കൊടുക്കുക, പങ്കു കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനോടൊപ്പം നമ്മൾ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു ഘടകമാണ് ഉറക്കം. നല്ല 7 മണിക്കൂറിൽ കുറയാത്ത ഒരു ഉറക്കം, മാനസിക പിരിമുറുക്കം കുറയ്ക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പ്രമേഹം വരാതിരിക്കാനും വന്നാൽ തന്നെ നല്ല ഭംഗിയായി നിയന്ത്രിച്ചു കൊണ്ട് പോകാനും സാധിക്കും. ഈ ഒരു പൂർണ്ണമായ ഓൾറൗണ്ട് ആയിട്ടുള്ള വെൽബീയിങ്, അല്ലെങ്കിൽ മൊത്തമായി മനസ്സിനെയും ശരീരത്തിനെയും സ്വസ്ഥമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ വർഷത്തെ പ്രമേഹ ദിനത്തിന്റെ ആപ്തവാക്യം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു നല്ല നാളെയിലേക്ക് നമുക്ക് പോകാനാകട്ടെ എന്ന് ആശംസിക്കുന്നു.